നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചീസ് കേക്കാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു ഷെയർ പ്ലേറ്റ് ആയിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ ഈ ചീസ് കേക്ക്. ഇത് ബ്രേക്ക് ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം നിങ്ങളിത് കണ്ടു നോക്കുക. കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി 40 ഗ്രാം ബട്ടറും 100 ഗ്രാം ബിസ്ക്കറ്റുമാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ 40 ഗ്രാം ബട്ടർ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 100 ഗ്രാം ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഈ ബിസ്ക്കറ്റ് എടുക്കുന്നവർക്ക് നമുക്ക് നോക്കാം. 4, 6, 8, 3, 11 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ 100 ഗ്രാം ബിസ്ക്കറ്റായി കേട്ടോ. ഈ സൈസ് ബിസ്ക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക് ഈ ബേസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് നമുക്ക് പ്രസ് ചെയ്ത് ഇതിലേക്കാക്കാം. ഇനി നമുക്കിതിനെ കൊണ്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ചില്ല് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 2 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഇന്നേരത്തേക്ക് സെറ്റായി വരും. അപ്പോഴത്തേക്കും നമുക്കതിൻ്റെ ടോപ്പിംഗ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 ലെമൺ സെസ്റ്റാണ്. നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ടോപ്പിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ എടുക്കുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഫ്രഷ് ക്രീം ഒരു 300 ml ഫ്രഷ് ക്രീം വേണം. ഷുഗർ വേണം. ഷുഗർ ഒരു 100 ഗ്രാം ഷുഗർ വേണം. ഇനി ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ലെമൺ 2 ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റാണ് വേണ്ടത്. ഇനി ഫിലാഡൽഫിയയുടെ ക്രീം ചീസ് വേണം. ഞാൻ 1 ബ്ലോക്ക് ക്രീം ചീസാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് തയ്യാറാക്കാം. നമുക്ക് ആദ്യമേ ക്രീം ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്രീം ചീസിനെ ഒന്ന് വിപ്പ് ചെയ്യാം. ക്രീം ചീസ് വിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രഷ് ക്രീം എടുത്ത് കൊടുത്താൽ മതി. അല്ലേ നമ്മുടെ മേത്തേക്കെല്ലാം തെറിക്കും. അടുത്തത് നമുക്ക് 300 ml ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഫ്രഷ് ക്രീം ഒഴിക്കുമ്പം എപ്പോഴും നല്ല ചിൽഡായിട്ടുള്ളത് ഒഴിച്ച് കൊടുക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അന്നേരം തന്നെ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. വാനില എക്സ്ട്രാക്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ലെമൺ സെസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിനി ഇത് ഇട്ട് കൊടുക്കുന്നത് മസ്കപ്പോണാണ്. മസ്കപ്പോൺ ഒരു 1/2 കപ്പ് മസ്കപ്പോൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസ്കപ്പോൺ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് സ്റ്റിഫായിട്ട് വരും. നമ്മുടെ ബിസ്ക്കറ്റ് ബേസ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ മറന്നുപോയത്, ഇതിൻ്റെ അടിയിലൊരു പേപ്പർ ഇടാൻ വേണ്ടി മറന്നുപോയി. പേപ്പർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പേപ്പർ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട് എടുക്കാൻ. നേരത്തെ നമുക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ സെറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായി. നമുക്കിതിനെ കൊണ്ട് ഫ്രീസറിൽ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 100 ml ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ക്രീം നല്ല തിക്കായിട്ട് അടിച്ചെടുക്കണം. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ഇതിട്ട് ഡെക്കറേറ്റ് ചെയ്യും. പാച്ചിലെടുത്തിട്ട് ഈ ക്രീമിനെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കാൻ പോകണം കേട്ടോ.
ഈവനായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ബോട്ടം ലെയർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. മുകളിൽ നമുക്ക് സോഫ്റ്റായിട്ടുള്ളൊരു ലെയർ കിട്ടും. നമുക്കിതിൻ്റെ അടിയിൽ നല്ലൊരു തിക്കായിട്ടുള്ളൊരു ലെയർ കിട്ടിയിട്ടുണ്ട്. then അതിനെ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 5 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിലും വെച്ചു. അങ്ങനെയുള്ള അടിയിലത്തെ ലെയർ, ഇത് മുകളിലത്തെ ലെയർ ഇപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള ക്രീം മാത്രമുള്ള ലെയറല്ലേ, അപ്പം നല്ല മുകളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ലെയറും കിട്ടും. ഇത് നമുക്ക് ഈവനായിട്ട് ഈ ക്രീമിനെ അങ്ങ് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. പാഷൻ ഫ്രൂട്ട് ടോപ്പിംഗ് കൊണ്ടാണ് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ. പാഷൻ ഫ്രൂട്ടോ നിങ്ങൾക്ക് ബ്ലൂബെറിയോ സ്ട്രോബെറിയോ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇന്ന് ഞാൻ ചെയ്യുന്നത് പാഷൻ ഫ്രൂട്ട് കൊണ്ടാണ്. അപ്പം ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഞാനിവിടെ കുറച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ ടോപ്പിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ 1 മണിക്കൂർ കൊണ്ട് ഞാൻ ഇതിനെ എടുത്ത് ഫ്രിഡ്ജ് വെക്കും കേട്ടോ. ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റാകും. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഓപ്പൺ ചെയ്ത് നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പാഷൻ ഫ്രൂട്ട് ചീസ് കേക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ. ഇത് ബേക്ക് ചെയ്യാത്ത ചീസ് കേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ശ്രമിച്ച് നോക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞ കളറല്ലേ, മഞ്ഞ കളറിട്ട് ഒരു ഷർട്ട് ഇട്ട് ഒരാളോട് വന്നിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ശരിയായിട്ട്. സൂപ്പറാണ് കേട്ടോ.